ഡിക്രൂസ് മുഖേനയാണ് നമുക്ക് ഈ കൺസൈൻമെന്റ് ഒത്തുകിട്ടിയത്. കോടികളാണ് നമ്മുടെ കയ്യിൽ വന്നു ചേരുന്നത്. ഒരിടത്തും പാളിച്ച ഉണ്ടാകരുത്. പാളില്ല ചായ, അതെല്ലാം രംഗ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അച്ചായനെ ഏൽപ്പിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടോ? ഇത് നടത്തിയിരിക്കും. അതറിയാഞ്ഞിട്ടല്ല. എന്തായാലും ഇക്കുറി അവരെ കൂട്ടാൻ രംഗ തന്നെ പോയാൽ മതി. എങ്ങോട്ടാ? എനിക്ക് അച്ചായനെ ഉമ്മ വെക്കണം. മേലാൽ ഈ ഭാഗത്ത് കണ്ടുപോകരുത്. പോകണം. ഞാൻ എവിടെയാണ്? എന്താ എനിക്ക് സംഭവിച്ച? ഒന്നും ഓർമ്മയില്ലല്ലോ. എല്ലാം ഒരു സ്വപ്നം പോലെ. എന്റെ കസ്തൂരി എവിടെ? എന്റെ മകൻ വീരമണി എവിടെ? എന്റെ ഗവേഷണം പൂർത്തിയായോ? കസ്തൂരി, വീരമണി! റേഞ്ചർ സാറേ. എന്താ സോമ? ഒന്നുമില്ല സാർ, വെട്ടം കണ്ടോണ്ട് കയറിയതാ. ഓഫീസിൽ ചെന്നപ്പോ എല്ലാവരും നല്ല ഫിറ്റാ. അന്തോണി ചേട്ടൻ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി. എങ്ങനെ വിടാനാ? അതുകൊണ്ട് ഞാൻ തന്നെ പോവാമെന്ന് കരുതി. വരട്ടെ സാറേ. ശരി. ഇതില് വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. കാട്ടാനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാ. വെറുതെ പുലിവാലം ഉണ്ടാക്കണ്ട. ഞങ്ങൾക്ക് അങ്ങനെ പേടിയൊന്നുള്ള കൂട്ടത്തിലല്ലെന്ന് സോമൻ അറിഞ്ഞൂടെ? എന്നാലും അതല്ലല്ലോ. എനിക്കെന്തായാലും ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. നിങ്ങളൊക്കെ ചെറുപ്പം. നിങ്ങളെ പോലെ പാവങ്ങളെ കരുവാക്കിയാണ് ഇവിടെ ഓരോരുത്തരും സമ്പാദിക്കുന്നത്. അവസാനം ഏതെങ്കിലും കാരണവശാൽ പിടിക്കപ്പെട്ടാൽ ജോലിയും പോയി വീട്ടിലിരിക്കേണ്ടി വരും. തിരിഞ്ഞു നോക്കാൻ ഇപ്പൊ കൂടെയുള്ള ഒരു പട്ടി ഉണ്ടാവില്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലെന്ന് നടിക്കുന്നു. ഇന്നിവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ ഭാര്യയ്ക്കും കുട്ടികൾക്കും സർക്കാർ ശമ്പളം കൊണ്ട് റേഷൻ വാങ്ങാം. ഇല്ലെങ്കിൽ റേഞ്ചറേയും കൂടെ ഇപ്പൊ വിളിച്ചു വരുത്തി ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തും. ഇവിടുത്തെ കാര്യങ്ങളോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ പറയുന്ന പോലെ അനുസരിക്കാൻ നിനക്ക് നല്ലത്. പറയുന്ന അനുസരിക്ക് സോമ. പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ. ഇത് വേഗം പൊക്കി സോമ സാറേ. അത് പിന്നെ സർവീസിലൊക്കെ കഴിഞ്ഞോ? അത് പിന്നെ ജോൺ സാമുവലിനെതിരെ വിജയക്കൊടി പാറിച്ച് സന്തോഷത്തിലായിരിക്കും. കൺഗ്രാജുലേഷൻസ്. പക്ഷെ ഇപ്പോ എനിക്ക് ജയിച്ചേ പറ്റൂ. ബിസിനസ് അതെനിക്ക് വലുതാണ്. ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നിങ്ങൾ പിടിച്ചെടുത്തത്. പറയാൻ താനാരാ? സാറേ, എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും.
ഇടയ്ക്കൊക്കെ ഞങ്ങൾക്കൊന്ന് ജയിച്ചല്ലേ പറ്റൂ. ജയിക്കണം, പക്ഷെ അത് മനഃപൂർവ്വം വിരോധം തീർക്കാനുള്ള ഉപാധിയാക്കരുത്. റേഞ്ചർ സാറേ, ഞങ്ങളെ വണ്ടി ഒന്ന് വിട്ടുതരാൻ പറ. വലിയ വാചം അടിക്കുന്ന ആളല്ലേ, ധൈര്യം കൊണ്ട് ഇറങ്ങിക്കൊണ്ട് പോകും. അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മറ്റൊരു മാർഗം സ്വീകരിച്ചു. റേഞ്ചർ ജയിച്ചത് നല്ല കാര്യം, പക്ഷെ അനുഭവിക്കുന്നതോ? ഫോറസ്റ്റർ മരിച്ച ദുഃഖം വിട്ടുമാറാത്ത സഹോദരിയും ഒരു പാവം കുഞ്ഞും. പിന്നെ ജീവിക്കാൻ വിധിയുണ്ടെങ്കിൽ ഭാരതത്തിന്റെ ധീരപുത്രിയാകേണ്ട രേണുക വർമ്മ, അവളും ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലായി. ക്ഷമിക്കേ, അവർക്ക് ഒരു കുഴപ്പവും പറ്റാതെ എന്റെ അടുത്തുണ്ടാവും. എപ്പോ വേണമെങ്കിലും അവരെ കൊണ്ടുപോവാം. ഒരു കാര്യം മറക്കണ്ട, ഞങ്ങൾക്ക് വിലപ്പെട്ട് നിങ്ങളുടെ കയ്യിലും നിങ്ങൾക്ക് വിലപ്പെട്ട് ഞങ്ങളുടെ കയ്യിലുമാണെന്ന്. എനിക്കറിയാം നിങ്ങൾ വരുമെന്ന്. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അവരെവിടെ? സമാധാനപ്പെട്. ഇപ്പോഴല്ലേ മനസ്സിലായത് നിങ്ങളുടെ ദേശസ്നേഹത്തിന്റെ ആത്മാർത്ഥത. കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അന്വേഷിച്ച് വരുമല്ലേ? ചതിച്ചു തറപറ്റിക്കാൻ ആർക്കും കഴിയും. നിങ്ങൾക്ക് ചതി എന്ന് തോന്നുന്നത് ഞങ്ങൾക്ക് ശരിയാണ്. ചതിക്ക് ചതി അറിയാഞ്ഞിട്ടല്ല, അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ പറ്റാതെ നോക്കേണ്ടത് ഞങ്ങളല്ല, അത് നിങ്ങളുടെ ചുമതല. ഞങ്ങൾക്കിപ്പോ പ്രശ്നം നിങ്ങൾ പിടിച്ചെടുത്ത വണ്ടിയും സാധനങ്ങളുമാണ്. അത് എത്രയും പെട്ടെന്ന് തിരിച്ചേൽപ്പിക്കുക. ഏൽപ്പിച്ചാൽ ആർക്കും ഒന്നും പറ്റില്ല. പിടിച്ചെടുത്ത വണ്ടിയും സാധനങ്ങളും ഞങ്ങൾ തിരികെ എത്തിക്കാം. നിങ്ങളുടെ നിയമത്തിന് മുമ്പിൽ മനുഷ്യജീവന് വിലയില്ലാത്തതുകൊണ്ട് മാത്രം. ഗുഡ്. ഉണ്ണിക്കുട്ടിനെ മായ ഞാൻ കണ്ടു. ആ പൊളിഞ്ഞ കെട്ടിടത്തിൽ അടച്ചിട്ടിരിക്കുക. കൗസുവാണ് വിവരം എന്നോട് പറഞ്ഞത്. വീരമണി അങ്ങോട്ട് പോയിട്ടുണ്ട്.
പതിബുദ്ധി വേണ്ട. എവിടെ നിന്റെ വാലാട്ടികളായ കഴിവറുകൾ? കോടികളാണ് എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. ഒന്നിനെയും ബാക്കി വെക്കില്ല ഞാൻ. ഞങ്ങളുടെ ജീവൻ പോയാലും നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. സോറി. തിരിച്ചെടുക്കുന്നത് കാണാൻ രേണുകാവർമ്മ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നിന്നെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഈ ജോൺ സാമുവലിന് നിന്റെ ജീവനേക്കാൾ വലുതാണ് ബിസിനസ്. Hey!
നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ല. നാടിനെ നശിപ്പിക്കുന്ന ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കരുത്. ഇത്ര നാൾ ഞാൻ ഇവിടെ കൂടെ നിന്നു. ഇവർ ചെയ്യുന്ന രാജ്യദ്രോഹത്തിന്റെ തീവ്രത ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. സോറി. വാ. ഇനിയെങ്കിലും ഈ നാട്ടിൽ സത്യസന്ധമായി നിയമം നടപ്പിലാക്കാം, അല്ലേ സാറേ? നിങ്ങളെപ്പോലുള്ളവരാണ് നാടിനും നാട്ടുകാർക്കും ദ്രോഹം ചെയ്യുന്നതും ഇവനെ പോലുള്ളവരെ വളർത്തുന്നതും. ഇനി അത് പാടില്ല. സ്വതന്ത്ര ഭാരതത്തിൽ എല്ലാവർക്കും നീതി കിട്ടണം. രാജ്യദ്രോഹികളെയും രാജ്യം ഒറ്റിക്കൊടുക്കുന്നവരെയും ഒറ്റക്കെട്ടായി നേരിടണം. നിങ്ങൾ ചെയ്തത് ശരിയാണ്. സത്യം തെളിയിക്കാൻ പുറത്ത് ഞങ്ങളുണ്ട്. നല്ലതിനു വേണ്ടി നമുക്കൊന്നിക്കാം.